ഹായ് ഗൈസ്, ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞങ്ങൾ ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം, എന്നിട്ട് മാക്സിമം പരമാവധി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐഗിയർ എന്ന് പറയുന്ന കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനിയാണ്. അതിൻ്റെ ഇമ്മേഴ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റാണ്. അതൊരു ബ്ലൂടൂത്ത് സൗണ്ട് ബാറിൻ്റെ സ്പീക്കർ സൗണ്ട് ബാറാണ്. അതൊരു 20 വോട്ട് ഉള്ള സൗണ്ട് ബാറാണത്. അപ്പോൾ ഈ സൗണ്ട് ബാറിൽ മെയിനായിട്ടുള്ളത് അതിനകത്ത് 4 സ്പീക്കറുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബാസും ഈ പറയുന്ന ഒരു സബ് വൂഫറിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. കാര്യം ഇത് മേടിക്കാനിടയായെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ മന്ത്ലി പർച്ചേസിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാനിടയിൽ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയായിരുന്നു. അപ്പോൾ ഓഫറിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ഐഗിയർ എന്ന ഈ പ്രോഡക്റ്റിന് അറൗണ്ട് 5,000 റുപ്പീസ് സംതിങ് ആണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷേ അത് ഞങ്ങൾക്ക് ഓഫറിൽ 1,495 കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങളത് ഓൺലൈനിലും ചെക്ക് ചെയ്തു. അപ്പോൾ ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോഴും അവിടെയും ഓൾമോസ്റ്റ് 5,000 റുപ്പീസാണ്. അപ്പോൾ അവിടെ പക്ഷേ 65% ഓഫറിൽ 1,700 സംതിങ്ങിനാണ് ആ പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു അറൗണ്ട് 250 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മളത് ആ പ്രൈസിക്ക് വേർത്താണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളിത് പർച്ചേസ് ചെയ്തത്. അപ്പം അതിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ട് ഇത് അത്യാവശ്യം നല്ല പാക്കേജിങ് ആണ്. ഓക്കെ, ഇവിടെ പ്രൈസ് പറയുന്നുണ്ട്. ഇത് 5,000 റുപ്പീസ് അവിടെ നമുക്ക് പ്രൈസ് പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് 1,495 കിട്ടിയത്. ഓക്കെ, നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളത് നമുക്ക് കിട്ടുന്നത്. ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിൽ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തെർമോക്കോളാക്കിയിട്ട്. അപ്പോൾ ഇതിനകത്തുള്ളത് ഒരു യൂസർ ഡോക്യുമെൻ്റാണ് ഈ പറയുന്ന ഐഗിയറിൻ്റെത്. അപ്പോൾ അതിനകത്ത് ബേസിക്കലി ഇതെങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഓരോ കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് 2 കണക്ഷനാണ്. അതായത് ഒന്ന് ഒരു ടൈപ്പ് സി ചാർജറാണ്, ഇത് വെച്ചാണ് ചാർജ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് ഒരു 3.5mm ജാക്കാണ്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് നമുക്ക് കിട്ടിയ ആക്സറീസ്. നമുക്ക് ആദ്യം പുറത്തെടുത്ത് നോക്കാം. അത്യാവശ്യം നല്ല ഒരു കവറിലൊക്കെ ഇട്ടവർ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐഗിയർ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് കാണാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഈ പറയുന്ന മെഷീനകത്ത് 4 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ളൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പക്ഷേ അതൊരു ഗ്ലോസി ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അത് കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് സ്മഡ്ജസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് 2 ബുഷ് പോലെ ഒരു സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. അത് റബ്ബർ മോൾഡാണ്. അപ്പോൾ അത് നമുക്ക് തറയിൽ വെച്ചാൽ അത് ചറുകിപ്പോവില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവരുടെ ഈ പറയുന്ന കണക്ടിവിറ്റിയാണ്. ഈ കണക്ടിവിറ്റി ഓപ്ഷൻസ് നമുക്കിവിടെ ഇത്രയും കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് സി ചാർജർ ചാർജ് ചെയ്യാനായിട്ട്. സെക്കൻഡ്ലി നമുക്കൊരു USB പോർട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ USBs കണക്ട് ചെയ്യാം, പെൻഡ്രൈവ് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം. പിന്നെ നമുക്കൊരു മെമ്മറി കാർഡ് സ്ലോട്ടുണ്ട്. പിന്നെ ഉള്ളത് 3.5mm ജാക്കിൻ്റെ സ്ലോട്ടാണ്. അപ്പോൾ ഇത്രയും ആണ് ഇവരുടെ കണക്ടിവിറ്റി. പിന്നെ ഇതിൻ്റെ മെയിൻ വരുന്നത് ഇതാണ് അതിൻ്റെ നമുക്ക് ബട്ടൺസ് വരുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു നമുക്കൊരു റൗണ്ട് പോലത്തെ സാധനമുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ഇതാണ്. അത് നല്ലൊരു ഭംഗിയുള്ള പുതിയൊരു ടെക്നോളജി പോലെ ഇരിക്കുന്നു. പിന്നെ വരുന്നത് നമുക്ക് പവർ ബട്ടണാണ്. പിന്നെ അല്ലാണ്ട് 2 ബട്ടൺസ് ഉണ്ട്. ഒന്ന് മോഡാണ്. ഒരു മോഡെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് യൂസും ചെയ്യാം, അതിൻ്റെ കൂടെ റേഡിയോയും അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഈ പറയുന്ന ഫാസ്റ്റ് ഫോർവേഡ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന റേഡിയോ കേൾക്കുമ്പോൾ ചാനൽ സ്വിച്ച് ചെയ്യാനും അതിനൊക്കെ ഉള്ള ബട്ടണാണ്. ഈവൻ പാട്ട് പോലും നമുക്ക് ഇതിൽ കൂടെ ചേഞ്ച് ചെയ്യാം.
അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ബട്ടൺസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഓൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ബട്ടൺ പവർ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു ചെറിയ ഒരു അനൗൺസ്മെൻറ്റ് വരും. അതിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ റിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നു. ബ്ലൂ കളർ റിംഗ് ലൈറ്റാണ്. അത്യാവശ്യം നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ അവിടെ വെച്ച് ജസ്റ്റ് ഈ പറയുന്ന ഷോറൂമിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ സെയിൽസ് സെക്യൂരിറ്റി അവരുടെ മൊബൈൽ കണക്ട് ചെയ്ത് കേൾപ്പിച്ച് തന്നായിരുന്നു സൗണ്ട്. അത്യാവശ്യം നല്ല ബാസും എല്ലാം ഉണ്ട് ഇതിന്. അപ്പം ഈ പറയുന്ന 1,500 റുപ്പീസിന് ഇത് വേർത്താണ്. പിന്നെ ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യം ഇത് അത്ര വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡല്ല. കാര്യം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടത്. പിന്നെ മെയിനായിട്ടുള്ളത് ഇതിന് 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ട്. അപ്പോൾ അത് ലുലു തന്നെയാണ്, അവർ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനുള്ള ബില്ലും മറ്റു കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി എനിക്ക് ഈ അൺബോക്സിങ് വീഡിയോയിൽ പറയാനുള്ളത്. ഇത് വൺസ് ഞങ്ങളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റേതായിട്ട് എന്താണ് ഒരു യൂസർ റിവ്യൂ എന്നുള്ളത് പിന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. മെയിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഫർദർ ചാനൽ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുന്നതാണ്. താങ്ക് യു.